എല്ലാവർക്കും എന്റെ പ്രണാമം. അറിവ് എന്ന പദം പരമ സത്യത്തെ കുറിക്കുന്ന മലയാള പദമാണ്. പരമസത്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ബോധം, ബ്രഹ്മം, പ്രജ്ഞാനം, ബ്രഹ്മ. പ്രജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്, ബോധം, ബോധമാണ് ബ്രഹ്മം. ഗുരുദേവൻ അറിവെന്നുള്ള പച്ച മലയാള പദമാണ് ധാരാളം ഈ ബ്രഹ്മത്തെ കുറിക്കാനായി പ്രയോഗിച്ചിട്ടുള്ളത്. ആത്മോപദേശ ശതകം നമ്മൾ കേട്ടതാണല്ലോ. അറിവെന്ന പദമാണ് അതിൽ ആവർത്തിച്ചാവർത്തിച്ച് പ്രയോഗിച്ചിരിക്കുന്നു. അറിവും അറിഞ്ഞിടും അർത്ഥവും ഉമാന്തൻ അറിവും ഒരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ടുവിളങ്ങും മഹത്താം അറിവിലമർന്ന് അതുമാത്രമായിടയണം. അതിൽ അറിവ് എന്ന പദം എത്ര പ്രാവശ്യമാണ് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ആ അറിവ്, ബോധം, പ്രജ്ഞാനം, ആത്മാവ്, ബ്രഹ്മം, ഈശ്വരൻ, സത്യം എന്ന എല്ലാറ്റിൻ്റെയും പര്യായപദമാണ് അറിവ്. നമുക്ക് പെട്ടെന്ന് കേട്ടാൽ ഒരു മലയാളിക്ക് അത് തോന്നില്ല. അറിവെന്നുള്ളതിന് ഈശ്വരൻ എന്നർത്ഥമുണ്ടോ? അതെ, പ്രപഞ്ചത്തിന്റെ പരമസത്യമാണല്ലോ ബ്രഹ്മം, അറിവ്, ബോധം. അങ്ങനെയുള്ള ഒരു ചെറിയ കൃതിയാണ് നമ്മൾ ഇന്ന് മുതൽ ചർച്ച ചെയ്യുന്നത്. ഗീതയിൽ ഭഗവാൻ 13-ാം അധ്യായത്തിൽ പറയുന്ന ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ക്ഷേത്രം ജഡം, ശരീരം. ക്ഷേത്രജ്ഞൻ ജഡത്തെ, ശരീരത്തെ അറിയുന്ന ബോധം. ഇങ്ങനെ പ്രാഥമികമായി തന്നെ രണ്ട് ഘടകങ്ങൾ. അതിൽ ഒന്നറിവ്, അതായത് ബോധം. മറ്റേത് ആ ബോധത്തിൽ അറിയപ്പെടുന്നു എന്ന് കരുതുന്ന ജഡം. ബോധം ജഡം. അന്തിമ വിശകലനത്തിൽ ജഡം ഇല്ല. ബോധം കൈവിട്ടാൽ ജഡം ഇല്ല. ജഡമുള്ളതാവുന്നത് ബോധത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം. ജഡം അസത്യം, അനിത്യം, ഇരുട്ട്, ശൂന്യം, ഇതൊക്കെയാണ് ജഡം. നേരെ മറിച്ച് ബോധം, വെളിച്ചം, ഈശ്വരൻ, ബ്രഹ്മം, ഇത് മനസ്സിലാക്കി വെക്കുക. ബോധം മാത്രമാണ് ഉള്ളത്, അറിവ് മാത്രമാണ് ഉള്ളത്. അറിയപ്പെടുന്നതാണ് ജഡം, അതില്ല, ഇല്ലാത്തത്. ജഡം മാത്രമാണെങ്കിൽ ആ ജഡത്തിന് അതില്ല. ഞാനുണ്ട് എന്നറിയാൻ ജഡത്തിന് കഴിയില്ലല്ലോ. അതാണ് ബോധം ഇറങ്ങിപ്പോയാൽ മൃതശരീരം. അതിന് ഞാനുണ്ടെന്ന് അനുഭവമില്ല. അതുകൊണ്ട് മൃതശരീരത്തിന് മൃതശരീരമില്ല, ശവത്തിന് ശവമില്ല. അതുകൊണ്ടാണല്ലോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കായാലും ഗതവതി വായോ പ്രാണാപായേ ഭാര്യ ബിഭ്യത്തി തസ്മിൻ കായേ. ആചാര്യസ്വാമികൾ പറയുന്നില്ലേ, ആ ബോധം ഇറങ്ങിപ്പോയാൽ ഭർത്താവായിട്ട് ആ ഭർത്താവിന്റെ ശവശരീരത്തിനടുത്തിരിക്കാൻ ഭാര്യയ്ക്ക് ഭയമാണ്. അല്പനിമിഷത്തിന് മുമ്പ് വരെ എന്റെ പ്രാണപ്രിയതമൻ, അതുപോലെ ഭർത്താവ് എന്റെ പ്രാണപ്രിയതമ, വേർപാട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ. ആ ബോധം അങ്ങോട്ടിറങ്ങിപ്പോയാൽ ആ ശരീരത്തിനടുത്തിരിക്കാൻ ഭയമാവുന്നു. ഭാര്യ ബിഭ്യത്തി തസ്മിൻ കായേ. ജഡം, ശുദ്ധജഡം ഉറപ്പുള്ളതുകൊണ്ടാണ് ആ ശരീരത്തെ അതിവേഗം ചിതയിൽ, അഗ്നിയിൽ എരിച്ച് ചാമ്പലാക്കാനും മറ്റും എത്ര പ്രിയപ്പെട്ടവർക്കും ഒരു മടിയുമില്ല. ജഡത്തെ അറിയുന്ന ബോധം. ഭഗവാൻ ഗീതയിൽ എന്തു പറയുന്നു? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത്തെ.
ഏതത് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇത് തദ്വിധ. അർജുന, ഈ ശരീരം നിന്റെ ആയാലും ശരി, എന്റെ ആയാലും ശരി, ഭീഷ്മദ്രോണാദികളുടെ ശരീരമായാലും ശരി, അത് ക്ഷേത്രമാണ്, ജഡമാണ്. ഈ ജഡത്തെ ഏതത് യോ വേത്തി, ഈ ജഡത്തെ ആരറിയുന്നുവോ അതാണ് ക്ഷേത്രജ്ഞൻ. അറിവ്, ബോധം, അറിയുന്ന വസ്തുവാണ് അറിവ്. അതുകൊണ്ടാണ് അറിവിന് ബോധമെന്നർത്ഥം വന്നത്. ഈ അറിവിനെയും അറിയപ്പെടുന്ന ജഡത്തെയും കുറിച്ച് വ്യക്തമായി ധരിക്കുന്നതാണ് സത്യത്തെക്കുറിച്ചുള്ള അറിവ്. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതം മമ. അർജുന, ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചുമുള്ള അറിവാണ് വ്യക്തമായ ജ്ഞാനം. ഈ രണ്ട് കാര്യം ഉള്ളിൽ ധരിച്ചു വെച്ച് ആവർത്തിച്ചാവർത്തിച്ച് മനനം ചെയ്യുക. ആത്മോപദേശമൊക്കെ മുഴുവനും ഇക്കാര്യം തന്നെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ആത്മോപദേശകൻ CD ഇപ്പോൾ ധാരാളം പേര് കൊണ്ടുപോയി കഴിഞ്ഞു. അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമായി ഇപ്പോൾ സത്യം പിടികിട്ടുന്നു ഇത് കേട്ടിട്ട് എന്നാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ജഗത്ത് തന്നെയാണ്. പ്രപഞ്ചമായി പുറത്ത് കാണുന്നതൊക്കെ ശരീരമാണ് ക്ഷേത്രം. ജലവും ശരീരവുമൊക്കെ പര്യായ പദം. അറിവ്, അറിയപ്പെടുന്നത്, അറിവ്, ബോധം, ജ്ഞാനം, ഈശ്വരൻ, ബ്രഹ്മം. അറിയപ്പെടുന്നത് ഈ ജഗത്ത് മുഴുവൻ അറിയപ്പെടുന്നതാണ്. ക്ഷേത്രജ്ഞനായ ബോധം അറിയാനില്ലെങ്കിൽ ജഗത്തില്ല. ബോധം അറിഞ്ഞെങ്കിൽ മാത്രമേ ക്ഷേത്രം അഥവാ ജഗത്ത് ഉള്ളതായിത്തീരുന്നുള്ളൂ. വളരെ ലളിതമായ കാര്യം. ഇതിനപ്പുറം ഒരു സത്യം ഇനി ആരും കണ്ടെത്താൻ പോകുന്നില്ല. ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ ആരംഭത്തിൽ ഇൻട്രഡക്ഷനായിട്ട് ഇക്കാര്യമാണ് പറയുന്നത്. അത് വായിച്ചിട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു എന്നാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്നിത് പഠിച്ചു. നേരത്തെ എനിക്കറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു 40 കൊല്ലത്തെ അന്വേഷണം വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു എന്നാണ്. അങ്ങനെയുള്ള ബോധത്തെ, ക്ഷേത്രജ്ഞനെയാണ് മലയാളത്തിൽ അറിവ് എന്ന പദം കൊണ്ട് ഗുരുദേവൻ കുറിക്കുന്നത്. അതിമനോഹരമായ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിഗംഭീരമായ 15 പദ്യങ്ങളാണ് അറിവ് എന്ന കൃതിയിൽ ഉൾപ്പെടുന്നത്. ആദ്യത്തെ പദ്യം നമുക്ക് വായിക്കാം. അറിയപ്പെടും ഇത് വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം, അറിവിതിൽ ഒന്നായതുകൊണ്ട് അറിവല്ലാതില്ല മറ്റൊന്നും. അറിയപ്പെടും ഇത് വേറല്ല. അറിയപ്പെടുന്നത് ജഡം, പ്രപഞ്ചം, ജഗത്ത്. അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള കാഴ്ചകളിൽ പുറമേ കാണുന്നത് ജഡം. സ്ഥൂല, സൂക്ഷ്മ, കാരണ ജഡങ്ങൾ ഉൾപ്പെട്ടതാണ് എല്ലാ ശരീരങ്ങളും. അത് ആണ് അറിയപ്പെടുന്നത്. ഗുരുദേവൻ ആദ്യം തന്നെ തീർത്തു പറയുന്നു, അറിയപ്പെടുന്നിതു വേറല്ല. അറിയപ്പെടുന്ന ഈ ജഡം അഥവാ ഈ ജഗത്ത് വേറല്ല, പ്രത്യേക ഒരു വസ്തുവല്ല. ഇതിൽ നിന്ന്, അറിവിൽ നിന്ന് പ്രത്യേകം ഒരു വസ്തുവല്ല. അറിയപ്പെടുന്നത് വേറല്ല, അറിവായിടും. അറിയപ്പെടുന്നതൊക്കെ അറിവ് തന്നെയാണ്. എപ്പോ തിരഞ്ഞിടും നേരം നിങ്ങൾ അല്പം ഒന്ന് ആലോചിച്ചു നോക്കൂ. തിരയുക, വിചാരം ചെയ്യുക, ശാസ്ത്രീയമായി ചിന്തിച്ചു നോക്കൂ. ബോധം അറിവോടുകൂടി അല്ലാതെ അറിയപ്പെടുന്നതിന് എന്തിനെങ്കിലും നിലനിൽപ്പുണ്ടോ എന്നന്വേഷിച്ചു നോക്കൂ. അറിവില്ലാതെ അറിയപ്പെടുന്നതില്ല. ബോധമില്ലെങ്കിൽ ആരറിയാം? പക്ഷേ അറിയപ്പെടുന്നതില്ലെങ്കിലും അറിവ് ബാക്കി നിൽക്കുന്നു. ആനന്ദസ്വരൂപമായി
ജനിക്കാത്തതായി, ജീർണിക്കാത്തതായി, മരിക്കാത്തതായി അറിവ് ബാക്കി നിൽക്കുന്നു. അറിയപ്പെടും ഇത് വേറല്ല. പിന്നെയോ അറിവായിടും തിരഞ്ഞിടും നേരം. അത് മാത്രമല്ല, അറിവ് ഇതിലൊന്നായതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ അറിവ് ഒന്നേ ഉള്ളൂ, അതായത് ബോധം. എവിടെയും അറിവ് ഇതിലൊന്നായതുകൊണ്ട് അതിനകത്ത് അറിയപ്പെടുന്നതോ അനന്തരൂപങ്ങൾ, അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ, അതോ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. അപ്പോൾ അറിയപ്പെടുന്നത് വിവിധ രൂപങ്ങൾ, ഒരിക്കലും അവസാനിക്കാത്ത രൂപങ്ങൾ അറിയപ്പെടുന്നത്. അറിയപ്പെടും ഇത് വേറല്ല. അറിവായിടും തിരഞ്ഞിടും നേരം. അറിവ് ഇതിലൊന്നായതുകൊണ്ട് ഈ അറിയപ്പെടുന്നതിൽ, അതായത് അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള അറിയപ്പെടുന്ന ഘടകങ്ങളിൽ അറിവൊന്ന് ബോധം. നമുക്ക് പെട്ടെന്ന് തോന്നാം ഓരോരുത്തർക്കും ഓരോ ബോധമല്ലേ? അങ്ങനെയല്ല, എല്ലാവർക്കും ഒരേ ബോധം തന്നെ. പലതായി തോന്നുന്നത് അറിയപ്പെടുന്നത് പലതായതുകൊണ്ട് അവയിലൊക്കെ ഇരിക്കുന്ന പ്രത്യേകം ബോധം പ്രത്യേകമാണെന്ന് നമുക്ക് തോന്നുന്നു. അറിയപ്പെടുന്നതിനെ മാറ്റി നോക്കിയാൽ അറിയുന്നതൊന്നേ ഉള്ളൂ, അറിവ് ഒന്നേ ഉള്ളൂ, ബോധം. എവിടെയും ബോധം. ജഡമോ നാനാരൂപങ്ങൾ. ഈ ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന കാര്യമല്ലേ? ആകാശം, ഇവിടെ 2 പാത്രങ്ങളുണ്ടെങ്കിൽ ആകാശം 2 പാത്രങ്ങളിലും വേർപെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. ഈ മുറിക്കകത്തുള്ള ആകാശം ഈ പുറത്തുള്ള വരാന്തയിലെ ആകാശത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. എന്തുകൊണ്ട്? ഇടയ്ക്ക് ചോരും ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ചോരിനകത്തുപോലും ആകാശമില്ലാത്ത പോയിന്റ് ഏത്? അത് മാത്രം ചിന്തിച്ചാൽ മതി. ഈ ചോരിനെ എവിടെ വേണോ തുറന്നു നോക്കൂ, അവിടെയൊക്കെ ആകാശമുണ്ട്. അപ്പോ മുറിക്കകത്തുള്ള ആകാശവും ചോരിൽ നിറഞ്ഞിരിക്കുന്ന ആകാശവും ഒന്നും വിഭജിക്കാനേ സാധ്യമല്ല. പക്ഷെ ഇടയ്ക്ക് ജഡം ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ട് ഘടാകാശം, മഠാകാശം, ഹൃദയാകാശം നമ്മുടെ ഉള്ളിലിരിക്കുകയാണ് എന്ന് നമ്മൾ കരുതുന്നു. ഈ ചോരൊക്കെ ഇടിച്ചു കളഞ്ഞാൽ ഒരേ ആകാശം. അതുപോലാണ് ഈ ജഡങ്ങളിൽ പ്രത്യേകം ഉണ്ടെന്ന് തോന്നുന്ന ബോധം. ആ ജഡത്തിന്റെ അതിര് മാറ്റിയെടുക്കാമെങ്കിൽ ഒരേ ഒരു ബോധം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ അകവും പുറവും നിറഞ്ഞു വർത്തിക്കുന്ന ബോധം. ആകാശം ആണ് നമുക്കതിന് കാണിക്കാവുന്ന ഒരു തൽക്കാല ഉദാഹരണം. ആകാശം പോലും ആദിയില്ല, അന്തമില്ല, മധ്യമില്ല. ആദിയോ അന്തവുമില്ലെങ്കിൽ പിന്നെ ഏത് മധ്യം? അതുപോലെയാണ് ബോധം. ആണ് അനന്തം, അനന്തബോധം, അനാദി ബോധം. അത് ജനിച്ചതല്ല, അത് ജീർണിക്കില്ല, മരിക്കില്ല, പരമസത്യം. അപ്പോൾ ആ സത്യം അറിയപ്പെടും ഇത് വേറെല്ലാം. അറിവായിടും തിരഞ്ഞിടും നേരം. അറിവിൽ ഒന്നായതുകൊണ്ട് ഇത് ഗുരുദേവനെ പോലെയുള്ള മഹർഷീശ്വരന്മാർ സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നു. നമുക്കും അനുഭവിക്കാം. നമുക്ക് ബുദ്ധി കൊണ്ട് ഓർമ്മിക്കാം. എല്ലാ ബോധവും ഒന്നാണ്. ബുദ്ധിയിലെ ഈ അതിരുകൾ, ചിന്തകൾ, വാസനകൾ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ ഈ ശരീരം ഇരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഞാനെന്ന ഈ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ്. അഖണ്ഡബോധം, അനന്തബോധം, ആനന്ദബോധം. ശുദ്ധരൂപത്തിൽ അത് ആനന്ദമാണ് എന്നൊക്കെ വ്യക്തമായിട്ട് അനുഭവിക്കാൻ കഴിയും. ഗുരുദേവൻ അത് വ്യക്തമായും ഒരു 10,000 സൂര്യന്മാരുദിച്ചുയരുന്നത് പോലെ വ്യക്തമായി ഞാൻ അനുഭവിക്കുന്നു എന്നാണ് അദ്ദേഹം ആത്മോപദേശശതകത്തിൽ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അറിവ് ഇതിലൊന്നായതുകൊണ്ട് അറിവ് ഇതിൽ
ഈ അറിയപ്പെടുന്നതിൽ, പ്രപഞ്ചമായി കാണുന്ന അറിയപ്പെടുന്നതിൽ അമീബ മുതലുള്ള എല്ലാ കാഴ്ചകളിലും, ശക്തിസ്പന്ദനം മുതലുള്ള എല്ലാ കാഴ്ചകളിലും ഒന്നായതുകൊണ്ട് അറിവല്ലാതില്ല മറ്റൊന്നും. വാസ്തവത്തിൽ അറിവല്ലാതെ മറ്റൊന്നുമില്ല. ജലമെല്ലാം ആ അറിവിൽ ഉണ്ടെന്ന് തോന്നുന്ന സ്വപ്നദൃശ്യങ്ങൾ അഥവാ ഇന്ദ്രജാല ദൃശ്യങ്ങൾ. ആ ജലങ്ങളിൽ പോലും അകവും പുറവും നിറഞ്ഞ ഈ അറിവ്, ബോധം നിലകൊള്ളുന്നു. ഇതാണ് വസ്തുത. അപ്പോൾ അറിവിനെയും അറിയപ്പെടുന്നതിനെയും കുറിച്ച് ഇതൊക്കെ ആർക്കും ചിന്തിച്ചാൽ പിടികിട്ടും. ആവർത്തിച്ച് ശാസ്ത്രീയമായി ചിന്തിക്കുക, അറിയപ്പെടുന്നത് ഇല്ല എന്നുറപ്പുവരുത്തുക. അറിവേ ഉള്ളൂ, അത് ആദ്യന്തരഹിതമായി നിറഞ്ഞു നിൽക്കുന്നു. ഇനി എന്താ മരണഭയം? ജലം മരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ തന്നെ ഇപ്പൊ ഈ ശരീരവും ആ ശരീരത്തെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് അതിൽ നിൽക്കുന്ന ബോധവും, ആ ബോധമാണ് ഞാനുണ്ട് എന്ന് നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്തി എന്നു സകലോപരി നിൽപ്പത് ഒന്നേ സത്യം. ഗുരുദേവൻ അദ്വൈതദീപികയിൽ പറയുന്നതാണ്. ഉണ്ട് എന്നനുഭവിച്ച് എല്ലാ ശരീരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ബോധം ഒന്ന്. അസ്തി എന്നു സകലോപരി നിൽപ്പത് ഒന്നേ സത്യം. ബാക്കിയൊക്കെ ജഡം, അനിത്യം, അസത്യം, വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു നാമരൂപങ്ങൾ. സത്യം വ്യക്തമായി അറിയപ്പെട്ടാൽ എവിടെയോതേ ഉള്ളൂ. അതാണ് ഗുരുദേവൻ പറഞ്ഞത്. അറിവിൽ ഒന്നായതുകൊണ്ട് എല്ലാ ജഡരൂപങ്ങളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന അറിവ്, ബോധം ഒന്നായതുകൊണ്ട് അറിവല്ലാതില്ല മറ്റൊന്നും. ഇതാണ് നമ്മൾ ഉറപ്പിച്ച ബുദ്ധിക്ക് ആദ്യം അനുഭവിക്കേണ്ടത്, തുടർന്ന് സാക്ഷാത്കരിച്ച് അനുഭവിക്കേണ്ടത്. അറിവല്ലാതില്ല മറ്റൊന്നും. ഗുരുദേവനെ പോലെയുള്ള ഈശ്വരന്മാർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തൽക്കാലം അനുഭവമില്ലെങ്കിൽ പോലും ഇത് ഉറപ്പിക്കുക. എല്ലാം കാണുന്നതൊക്കെ ഒന്നോ. ഗീതയും ഒക്കെ പറയുന്നത് ഇത് തന്നെ. വ്യവസായാത്മിക ബുദ്ധിരേഖ, സത്യനിശ്ചയം എന്ന ബുദ്ധി ഒന്നും മാത്രം, സർവം ബ്രഹ്മമയം. അല്ലാതെ ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല. അങ്ങനെ ആദ്യത്തെ പദ്യത്തിൽ തന്നെ ഗുരുദേവൻ വളരെ വ്യക്തമായി അത് വെളിപ്പെടുത്തുന്നു. അറിയപ്പെടുന്നത് വേറല്ല. ഈ പദ്യമൊക്കെ ആവർത്തിച്ച് അന്വയിച്ച് മനസ്സിലാക്കുക. ഇതിപ്പോൾ മനസ്സിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയാസമില്ല. അറിയപ്പെടും ഇത് വേറല്ല. അറിയപ്പെടും ഇത്, ഈ പ്രപഞ്ചം, ഈ ജഗം, ഈ ശരീരം വേറല്ല, മറ്റൊരു വസ്തുവല്ല. ഏതിൽ നിന്നും? അറിവിൽ നിന്നും. അറിവായിടും. ഇത് മറ്റൊന്നല്ല, ഇത് അറിവ് തന്നെ. തിരഞ്ഞിടും നേരം അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട്, അതുപോലെ ഇതിൽ അറിവ് ഒന്നായതുകൊണ്ട് അറിവല്ലാതില്ല മറ്റൊന്നും. തീർത്ത് പറയാം. ബോധമല്ലാതെ, ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ പദ്യം, അറിവില്ലെന്നാൽ. ഗുരുവിനോട് ചോദ്യം ചോദിക്കാം, നമുക്കത് ആലോചിക്കാമല്ലോ. അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത് ഉണ്ടിരുന്നാലും. അവിടെ പെട്ടെന്ന് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ സംശയം തോന്നും. അറിയപ്പെടുന്നത് ഈ ജഡം. അറിവില്ലെന്നാൽ ഇല്ല. അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത്. അറിയപ്പെടുമെന്നത് ജഡം. അറിവില്ലെന്നാൽ ഇല്ല. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ ജഗത്തിൽ നിന്നും ബോധത്തെ വേർപെടുത്തുന്നു എന്ന് വെക്കുക. പിന്നെ ഏത് ജഗത്ത്? അതാണ് ഗുരുദേവൻ. ചിലർക്ക് സംശയം തോന്നും, ബോധമില്ലെങ്കിൽ ഇല്ല. ബോധമില്ലെങ്കിൽ ഈ മൈക്കില്ല. അതെങ്ങനെ സാർ ഇല്ലെന്ന് പറയാൻ പറ്റും?
മൈക്കവിടെ ഉണ്ടല്ലോ. അതെ, മൈക്കുണ്ടല്ലോ എന്നെന്താ തീർച്ച? വേറൊരാൾ കാണുന്നുണ്ടല്ലോ. ബോധം നമ്മളില്ലാത്ത ഘട്ടത്തിൽ നമ്മളതിനെ കാണുന്നില്ല. പക്ഷെ മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ സാർ. അപ്പോൾ അതവിടെ ഉണ്ടല്ലോ. മറ്റുള്ളവർ ഏതിൽ കൂടെ കാണുന്നത്? ബോധം അറിവിൽ കൂടെ അല്ലേ? അറിവില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ഈ മൈക്കിനെ ഉള്ളതായിട്ട് കാണുമോ? മൈക്ക് തന്നെ കാണുന്നുണ്ടോ? ഞാനുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് ബോധം സ്വയം പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളതായിരിക്കുന്നത്. ആ ബോധത്തിൽ അറിയപ്പെടുന്നതാണ് മൈക്ക്. നേരെ മറിച്ച് മൈക്കിൽ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ബോധമുണ്ടോ? ഇല്ല. ഇല്ലാത്തതുകൊണ്ട് മൈക്കിന് മൈക്കുണ്ടോ? ഇല്ല. കാരണം ബോധമില്ലാത്തതൊക്കെ ഇല്ലാത്തതാണ്. മൈക്കിന് മൈക്കില്ലെന്ന് വെച്ചാൽ മൈക്കിന് ഈ പ്രപഞ്ചമുണ്ടോ? തനിക്ക് തന്നെ താനില്ല. പിന്നെ തനിക്ക് മറ്റുള്ളതൊക്കെ എങ്ങനെ ഉണ്ടാവും? മൈക്കിനെ സംബന്ധിച്ചിടത്തോളം മൈക്കില്ല, പ്രപഞ്ചവുമില്ല. സ്പഷ്ടമല്ലേ? ശൂന്യം. ഇല്ലാന്ന് പറഞ്ഞാൽ ശൂന്യം. മൈക്കിനില്ല, മൈക്കിന് പ്രപഞ്ചവുമില്ല. ഇത് അല്പം ആലോചിച്ച് മനസ്സിലാക്കുക. നമുക്ക് മൈക്കില്ലെങ്കിലും മറ്റുള്ളവർക്കുണ്ടല്ലോ സാർ. അപ്പൊ അതിനെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മറ്റുള്ളവർക്കുണ്ടെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാകുന്നതും ഈ ബോധത്തിൽ കൂടി മാത്രം. ബോധമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നറിയുന്നുണ്ടോ? സ്വയം ഉണ്ടെന്നറിയുന്നുണ്ടോ? അല്ലാതെ വെറുതെ വാദിക്കാൻ വേണ്ടി നിങ്ങളറിയുന്നില്ലെങ്കിലും മറ്റുള്ളവരറിയുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. എവിടെ എപ്പോൾ ആർക്ക് ഒരു വസ്തു ഉണ്ടെന്ന അനുഭവമുണ്ടോ ആ അനുഭവം ബോധത്തിലാണ്, അല്ലാതെ ജഡത്തിലല്ല. ഇതേത് കൊച്ചു കുഞ്ഞിനാണ് മനസ്സിലാവാത്തത്? അതുകൊണ്ട് ഒരുവൻ ചോദിക്കുന്നു, അറിയില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടും എന്നത്. അറിയപ്പെടുമെന്നത് അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള ജഗത്ത് അറിവില്ലെന്നാൽ ഇല്ല. എന്നിട്ടാണ് ഉണ്ടിതെന്നാലും ചിലർക്ക് സംശയം വരാം, ഇതുണ്ടെന്ന്. അറിവില്ലെങ്കിലും ഇതുണ്ടല്ലോ എന്ന് സംശയം വരാം, ആലോചിക്കാത്തുള്ളതാണ്. അതാണ് ഉണ്ടിതെന്നാലും ഉണ്ടിത് ഇതുണ്ടെന്ന് പലർക്കും അനുഭവമുണ്ടല്ലോ. അതെ, പലർക്കും അനുഭവമില്ല, ബോധത്തിന് മാത്രം. ആ പലർക്കും പറയുന്ന ആ പലരിൽ സ്ഥിതി ചെയ്യുന്ന ബോധമാണ് ഇതുണ്ടെന്നറിയുന്നത്, ഈ ജഗത്തുണ്ടെന്നറിയുന്നത്. ബോധമില്ലയോ ജഗത്ത് ശുദ്ധ ശൂന്യം. നിങ്ങൾ ഈ ജഡവാസനകളെ അകറ്റി പൂർണ്ണമായ ബോധത്തെ സാക്ഷാത്കരിക്കൂ, അപ്പോൾ ജഡമില്ല. നമ്മുടെ ഋഷീശ്വരന്മാർ എത്ര ദൃഢമായിട്ടാണിത് പ്രഖ്യാപിക്കുന്നത്. ഗൗഡപാദാചാര്യർ പറയുന്നു, പ്രപഞ്ചോ യതി വിദ്യേത നിവർത്തേതെന്ന സംശയ. അല്ലയോ മനുഷ്യ, പ്രപഞ്ചം നിനക്കിപ്പോ ഉണ്ടെന്ന് തോന്നുന്നു, നിശ്ചയമായിട്ടും അത് മാറിത്തരും. പ്രപഞ്ചമില്ല. പ്രപഞ്ചോ യതി വിദ്യേത, പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിവർത്തേത, അത് മാറിത്തരും. എന്ന സംശയ. അക്കാര്യത്തിൽ അവർക്കൊന്നും ഒരു സംശയമില്ല. കാരണം അവര് ഉള്ളിലുള്ള ജഡവാസനകളെ അകറ്റിയപ്പോൾ, രാഗദ്വേഷങ്ങളെ അകറ്റിയപ്പോൾ, ഭേദചിന്തകളെ അകറ്റിയപ്പോൾ സർവത്ര ബോധം മാത്രം. ഒരു ജഡവും ഒരിടത്തുമില്ല. വെളിച്ചം കൊണ്ടുവന്നപ്പോ ഇരുട്ടില്ല. വെളിച്ചം കൊണ്ടുവരാത്തിടത്തോളം ഇരുട്ടിൽ നിൽക്കുന്ന ആളിന് ഇരുട്ടുണ്ട്. യുക്തി ചിന്തിച്ചാലൊന്നും പിടിയിട്ടില്ല. ഈ ഇരുട്ടെവിടുന്ന് വന്നു, എന്തിനു വന്നു എന്നൊന്നും ചിന്തിച്ചിട്ടൊരു കാര്യമില്ല, പിടിയിട്ടില്ല. വെളിച്ചം കൊണ്ടുവരൂ, ഇരുട്ട് നിശ്ചയമായിട്ടും ഉണ്ടാവില്ല. ഇരുട്ടില്ലേ ഇല്ല.
അതുകൊണ്ടാണ് ഗീതയിലും ഒക്കെ ഉടനീളം കൃഷ്ണൻ പറയുന്നത് ഞാനേ ഉള്ളൂ. അഹമാവിഷ്ടമത്യഞ്ച ഭൂതാനാം അന്തയെ വച്ച. ഞാൻ തന്നെയാണ് ഈ കാണുന്ന എല്ലാറ്റിന്റെയും ആദിയും അന്തവും മധ്യവും. ഞാനല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോ അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത് ഉണ്ടിലെന്നാലും ഉണ്ടെന്ന് ചിലർക്ക് തോന്നിയെന്ന് വരാം. അത് ഈ അറിവിനെ വേണ്ടവണ്ണം ചിന്തിച്ചറിയാത്തതുകൊണ്ടാണ്, അനുഭവിച്ചറിയാത്തതുകൊണ്ടാണ് ഉണ്ടെന്ന് തോന്നുന്നത്. അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുന്നത്, അറിയപ്പെടുമെന്നത് ഉണ്ടിലെന്നാലും, ഉണ്ടിലുണ്ടെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിലും അറിവില്ലയോ? അറിയപ്പെടുമെന്നത് ഈ ജഡജഗത്ത് ഇല്ലേ ഇല്ല. അറിവ് ഒന്നില്ലെന്നാൽ ഈ അറിവേത്? വീണ്ടും ചോദിക്കുകയാണ് ഗുരുദേവൻ. എന്തോ ബോധം അഥവാ അറിവ്. ബോധം, ഇവിടെ അറിവെന്നൊക്കെ പറയുന്നത് ബോധമാണ്, അല്ലാതെ നമ്മൾ കരുതും പോലെ നാമരൂപങ്ങളോട് ചേർന്ന അറിവല്ല. അതിനെയും ഉണ്ടാക്കുന്നത് ഈ അറിവ് തന്നെ. അപ്പോൾ അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത്? എടോ, ബോധമില്ലെന്ന് വെക്കൂ, പിന്നെ ഏതറിവ്? പിന്നെ എന്തിനെ അറിയാൻ? ഏതറിവ്? ഗംഭീരമായ ഒരു ചോദ്യമാണ്. ബോധത്തെ മാറ്റി നിർത്തിയിട്ട് ഈ ജഗത്തിൽ ആർക്ക് എന്തറിവ്? ഒരറിവുമില്ല. ആരും എന്തും എവിടെയും എപ്പോഴും അറിയുന്നത് ബോധത്തിൽ മാത്രം, അല്ലാതെ ജഡത്തിൽ നിന്നുകൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആ വരികളൊക്കെ ശ്രദ്ധിച്ചോർമ്മിക്കുക. അറിവില്ലെന്നാൽ, അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത്? ചോദ്യമാണ്. ഈ അറിവ് നമുക്ക് ഇന്നുണ്ടെന്ന് തോന്നുന്ന അറിവ്, മൈക്കിനെക്കുറിച്ചുള്ള അറിവ്, കസേരയെക്കുറിച്ചുള്ള അറിവ്, അവനവന്റെ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിനെക്കുറിച്ചുള്ള അറിവ്, അവിടെയൊക്കെ അറിവിനെ ഒന്ന് മാറ്റൂ. പിന്നെ ഏതറിവ്? അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത് ഉണ്ടില്ലെന്നാലും അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത്? ഇവിടെയൊക്കെ അറിവെന്ന പദം ആവർത്തിക്കാണ്. ശ്രദ്ധിച്ചാൽ ഒരു പ്രയാസമില്ല. അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത്? അറിവേത്? അറിവിന്നതിൽ അറിഞ്ഞില്ല. അങ്ങനെയുള്ള അറിവില്ലേ ഇല്ല. അറിവിനെ മാറ്റിയിട്ടൊരറിവ്, ബോധത്തെ മാറ്റിയിട്ട് ഒരനുഭവം. അറിവെന്ന് വെച്ചാൽ അനുഭവം. പ്രപഞ്ചം ഒരനുഭവമാണ്. എന്തിന്റെ അനുഭവം? ബോധത്തിന്റെ അനുഭവം. അനുഭവം പ്രധാനം എന്താ? ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട അനുഭവം. അതില്ലെങ്കിൽ പിന്നെ ഒരനുഭവമില്ല. ഉണ്ടെന്ന് അറിവില്ലെങ്കിൽ ഒരറിവും പിന്നെ ഇല്ല. എല്ലാ അറിവുകളും തുടങ്ങുന്നത് ഉണ്ട് എന്നറിവിലാണ്. ആ ഉണ്ടെന്ന അറിവ് ബോധത്തിന് മാത്രം, മറ്റൊന്നിനും ഉണ്ട് എന്ന അറിവ് ഇല്ല. അപ്പോ അറിവ് ഒന്നില്ലെന്നാൽ ഈ അറിവേത് എന്നവിടെ നിർത്തുക. അറിവ് ഇന്നത് ഇല്ലറിഞ്ഞിടാം. അങ്ങനെ ഒരു അറിവ് ഇവിടെ ഇല്ല, ഈ ലോകത്തൊരിടത്തുമില്ല. അറിവ് ഇന്നത് ഇല്ല, അറിഞ്ഞിടാം. അറിവിനെ വിട്ടിട്ടുള്ള ഒരറിവ് ഇല്ല. ഇത് അറിഞ്ഞിടാൻ ചിന്തിച്ചറിയണം, ചിന്തിച്ച് അറിയണം. ഇതുകൊണ്ടാണ് നമ്മുടെ സത്യദർശികളെല്ലാം ആരംഭത്തിൽ യുക്തിപൂർവം ഈ ജഗത്തില്ല എന്നറിയുന്നു. ജഗത്തില്ലെന്ന അറിവാണ് ജഗത്തിനെ ത്യജിക്കൽ. കൃഷ്ണൻ ഒടുവിൽ അർജുനോട് പറയുന്നില്ലേ, സർവധർമാൻ പരിത്യജ്യ, എല്ലാ അറിയപ്പെടുന്നതിനെയും ഉപേക്ഷിക്കൂ.
എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലെന്നറിയൂ അവ, ഇല്ലെന്നറിയലാണ് ഉപേക്ഷിക്കൽ. അല്ലാതെ ഇതിനെയൊക്കെ പറിച്ചെടുത്ത് പല സ്ഥലത്തും കൊണ്ടറിയാൻ പറ്റും. അവനവന്റെ ശരീരം ഉൾപ്പെടെയുള്ള ജഡം ഇല്ലെന്നറിയുന്നതാണ് ഉപേക്ഷിക്കൽ, ത്യാഗം. കൃഷ്ണനോട് അർജുനോട് പറയുന്നതാണ്. അറിയപ്പെടുന്ന ഈ ജഗത്ത് സർവധർമാൻ പരിത്യജ്യ. ഈ ജഗത്തിനെയാണ് അവിടെ സർവധർമാൻ, സൂക്ഷ്മ സ്ഥൂല ജഡങ്ങളെല്ലാം. പ്രാണൻ, മനസ്സ്, പ്രാണനുള്ളതായിത്തീരുന്നു. എന്തുകൊണ്ട്? ബോധമുണ്ടെന്നറിയുന്നു. ആകാശം മുതൽ ഇങ്ങോട്ടെല്ലാം, ആകാശം, പ്രാണൻ, മനസ്സ്, ചിന്തകളും വികാരങ്ങളും ഉണ്ടെന്നറിയുന്നു. എന്തുകൊണ്ട്? ബോധമുള്ളതുകൊണ്ടറിയുന്നു. സൂക്ഷ്മജഡം പ്രാണൻ, കുറച്ചുകൂടെ കട്ടിപിടിച്ച ജഡമാണ് മനസ്സ്. മനസ്സ് വീണ്ടും കട്ടിപിടിക്കുന്നതാണ് ഈ മാറ്റർ, ശുദ്ധജഡം. ഈ സൂക്ഷ്മ സ്ഥൂല ജഡങ്ങളൊക്കെ ഉള്ളതായിത്തീരുന്നത് ബോധത്തിന്റെ പ്രകാശത്തിൽ മാത്രം. ആ ബോധത്തെ ജഡത്തിന് പ്രകാശിപ്പിക്കാനൊക്കെ ഇല്ല. മതത്വ സൂര്യോഭാതി ന ചന്ദ്രതാരകം ഉപനിഷത്ത് പറയുന്നു. അവിടെ ആ സത്യത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ ഒന്നും സാധ്യമല്ല. എന്തുകൊണ്ട്? ആ സത്യത്തിന്റെ പ്രകാശത്തിലാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ ഉള്ളതായി തീരുന്നത്. അവയ്ക്ക് പിന്നെ എങ്ങനെയാ സത്യത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുക? പ്രകാശിപ്പിക്കേണ്ട കാര്യവുമില്ല. സത്യം സ്വയം പ്രകാശിക്കുന്നു. ഉണ്ട്, ബോധം ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ സ്വയം പ്രകാശിക്കുന്നു. എന്നിട്ട് മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അതർത്ഥ സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോഭാന്തി കുതോയം അഗ്നി. ഈ മിന്നൽ പിണറുകൾക്കും ബോധത്തെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. കുതോയം അഗ്നി, പിന്നെയാണോ ഈ കൊച്ച് അഗ്നിക്ക്? തമേവ ഭാന്തമനുഭാതി സർവം, സ്വയം ഉണ്ടെന്ന് പ്രകാശിക്കുന്ന ആ ബോധത്തെ തുടർന്ന് മറ്റെല്ലാ ജഡങ്ങളും പ്രകാശിക്കുന്നു. ഉണ്ടെന്നറിയാൻ ബോധം വിസമ്മതിച്ചാൽ ജഡമൊന്നുമില്ല. നേരെ മറിച്ച് സ്വയം ഉണ്ടെന്നറിഞ്ഞ് ആ ബോധം ബാക്കി നിൽക്കുകയും ചെയ്യും. ബോധത്തെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ, ഞാനുണ്ട് എന്ന് ഞാൻ സ്വയം എന്റെ ഉണ്മ അനുഭവിക്കുന്നു. ഉണ്ട്. നേരെ മറിച്ച് ആ ഞാനില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പ്രാണൻ മുതൽ ഇങ്ങോട്ടുള്ള ഒന്നുമില്ല, തീർന്നു, ഒക്കെ തീർന്നു ഞാനില്ലെങ്കിൽ. അപ്പം സ്വയം പ്രകാശിക്കുന്ന ഞാൻ മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അതാണ് തമേവ ഭാന്തം, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധത്തെ തുടർന്ന് അനുഭാതി സർവം, മറ്റ് സകലതും പ്രകാശിക്കുന്നു. അതില്ലയോ ഒന്നും പ്രകാശിക്കില്ല. നേരെ മറിച്ച് അതൊന്നുമില്ലെങ്കിലും ബോധം പ്രകാശിക്കും. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ആ ബോധത്തിന്റെ പ്രകാശം കൊണ്ട് ഈ കാണുന്ന സകലതും പ്രകാശിക്കുന്നു. അതാണ് അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് അറിവില്ലെന്നറിഞ്ഞിടാം എന്നാണ്. ഇല്ലെന്നറിഞ്ഞിടാം. ബോധത്തെ കൂടാത്ത ഒരറിവ് ഈ ലോകത്തൊരിടത്തും ഇല്ലെന്ന് മനസ്സിലാക്കാം. അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് നമുക്കൊക്കെ ഉള്ള അറിവ്. മേശയുണ്ട്, കസേരയുണ്ട്, സൂര്യനുണ്ട്, ബ്രഹ്മാണ്ടങ്ങളുണ്ട്, ഞാനുണ്ട് എന്നൊക്കെയുള്ള അറിവ്. ശരീരമുണ്ട്, മനസ്സുണ്ട്. ഈ അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് ചോദ്യം. ബോധമെന്ന ഒരു വസ്തു, അറിവെന്ന ഒരു വസ്തു ഇല്ലെന്ന് കരുതുക. പിന്നെ ഈ അറിവേത് ഈ അറിവില്ലേ ഇല്ല. ആ ചോദ്യത്തിന് അതാണ് അർത്ഥം. അതായത് അറിവ് ഇന്നതില്ല. ആ അറിവൊന്നും പിന്നെ ഇല്ല, അറിഞ്ഞിടാം. അത് ഏത് കുഞ്ഞിനും നല്ലവണ്ണം ഒന്ന് ചിന്തിച്ചാൽ ബോധ്യപ്പെടും. അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത് ഉണ്ടിരുന്നാലും
അവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുണ്ടെങ്കിലും അറിയപ്പെടുമെന്നതില്ല. അവിടെ ഇതുണ്ടെങ്കിലും എന്നർത്ഥം ചിലർക്ക് അറിവില്ലെങ്കിലും ഇതുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിലും അറിവില്ലെങ്കിൽ നിശ്ചയമായും ഇതൊന്നുമില്ല. അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത്? അറിവ്, ബോധം എന്ന ഒരൊറ്റ വസ്തു, സത്യം, ഈശ്വരൻ. ആ ഈശ്വരനില്ലെന്നാൽ ഈ അറിവേത്? അറിവിന്നതില്ല. അറിഞ്ഞിടാം. അങ്ങനെയുള്ള അറിവിവിടെ ഇല്ല. അതൊക്കെ പദം തിരിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ. അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത്? അറിവിന്നതില്ല. അറിഞ്ഞിടാം. അങ്ങനെ ഒരറിവ് ഇല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഇത് മനസ്സിലായി കഴിയുമ്പോഴാണ് ചില മഹാത്മാക്കൾ ഈ പ്രപഞ്ചത്തിനൊരു വിലയുമില്ല, ഇതിനെ പറ്റി നിന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഭാഗവതത്തിൽ പരീക്ഷിച്ചുമൊക്കെ തന്നെ 7-ാം ദിവസം സർപ്പം കടിച്ചു താൻ മരിക്കും എന്ന് മനസ്സിലാക്കി മുനിശ്രാപം. എന്താ ഭാഗവതം പറയുന്നത്? പരീക്ഷത്തിന് ഒരു ദുഃഖവും തോന്നിയില്ല. കാരണം ഈ ജഡജഗത്ത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ചിന്തിച്ചറിഞ്ഞിരിക്കുന്നു. അഥോ വിഹായ ഇമം അമംസ ലോകം, ഈ ലോകവും പരലോകവും ഒന്നും വേണ്ട, ഒക്കെ ജഡം. ഇവിടെ ഒരു ഇഹലോകവുമില്ല, പരലോകവുമില്ല. അഥോ വിഹായേമം അമംസ ലോകം വിമർശിതോ ഹേതയാ പുരസ്താത്. നേരത്തെ തന്നെ തന്റെ അപ്പന് കൃഷ്ണൻ ഗീത ഉപദേശിച്ചതൊക്കെ കുറെയൊക്കെ വായിച്ചു പഠിച്ചിരിക്കുന്നു പരീക്ഷിത്ത്. അങ്ങനെ ഹേതയാ പുരസ്താത്, ഇതൊക്കെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇല്ലെന്നറിയേണ്ടതാണ്. ഇല്ലാത്ത ജലത്തിനെ പറ്റിപ്പിടിച്ചല്ലേ സകല ദുഃഖവും ചക്രവർത്തിമാരും അവരിവരുമൊക്കെ അനുഭവിക്കുന്ന സകല ദുഃഖവും ഇല്ലാത്ത ജലത്തിനെ ഉണ്ടെന്ന് കരുതി സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഈ ശരീരത്തെ പോലും, എന്റെ ശരീരം, ഏത് ശരീരം? ജലം. ഈ ജലത്തിലെന്തിനാ എന്റെ ശരീരം എന്നൊക്കെ പറഞ്ഞ് പറ്റിപ്പിടിക്കുന്നത്? അത് വരുമ്പോൾ ഒരു ഇന്ദ്രജാലം സിനിമ പോലെ വരുന്നു പോകുന്നു. അതിനോട് സംഘം വേണ്ട. അതുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തോളാം, ഒരു വിരോധമില്ല. സംഘമില്ല. എപ്പോ വേണോ പോട്ടെ, ഇരിക്കുമ്പോൾ ഇരിക്കട്ടെ, പോകുമ്പോൾ പോട്ടെ. പക്ഷെ പരീക്ഷിച്ചതൊക്കെ നേരത്തെ ചിന്തിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അഥോ വിഹായേമം അമംസലോകം, മുനിയുടെ ശാപം അദ്ദേഹത്തിന് ഒരു പരിഭ്രമം ഉണ്ടാക്കിയിട്ടില്ല. അനുഗ്രഹമായി കരുതി. ഇനി 7 ദിവസമുണ്ടല്ലോ, 7-ാം ദിവസമല്ലേ തക്ഷകൻ കടിക്കൂ. വിമർശിതവും ഹേയതയാ വിമർശിത, ഇത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് നല്ലവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നു. വിമർശിതവും ഹേയതയാ പുരസ്താ. ഇനി 7 ദിവസമുണ്ട്. ആ 7 ദിവസവും കൃഷ്ണാംഘ്രിസേവാം അനുമന്യമാന. 7 ദിവസവും ഇനി വെള്ളവും കുടിക്കണ്ട, ചോറും കണ്ട, കൃഷ്ണസേവ. ഇനി കുടിക്കുന്നതും ഭക്ഷിക്കുന്നതും ഒക്കെ കൃഷ്ണസേവ തീരുമാനിച്ചു. 7 ദിവസം കൃഷ്ണാംഘ്രിസേവാം അധിമന്യമാന ഉപാവിശത്പ്രായമർത്യ നദ്യാം. ഗംഗാനദിയുടെ കരയിൽ ഉപാവിശത്, വെള്ളം പോലും കുടിക്കാതെയുള്ള ഉപവാസം. അതാണ് ഉപാവിശത്, ഉപവേശം. ഉപാവിശത് അമർത്യനദ്യാം, ഗംഗാനദിയുടെ കരയിൽ. അങ്ങനെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച്, ബാഹ്യമായിട്ടും എല്ലാം ഉപേക്ഷിച്ച് 7 ദിവസം പ്രായോപവേശം തീരുമാനിച്ച് ഗംഗാനദിയുടെ കരയിലിരിക്കുകയാണ്. അപ്പോഴാണ് മുനിമാരെല്ലാം അവിടെ വന്നു ചേർന്നു. ശുഗനും വന്നു ചേർന്നു. പരീക്ഷത്തിന് ശുഗൻ ഭാഗവതം ഉപദേശിക്കുന്നത്. ഞാനീ പറഞ്ഞത് അറിയപ്പെടുന്നത് ഇല്ല എന്ന് വിമർശിച്ചറിഞ്ഞ്, ഈ ശരീരം വിടുന്നതിന് മുമ്പ് അത് വിമർശിച്ചറിയുക. അല്ലെങ്കിൽ എന്താ, ശരീരം വിടാറാവുമ്പോൾ ഒക്കെ വിട്ടുപോകേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് മനുഷ്യൻ ഇല്ലാത്ത ജഡത്തെ
ഉണ്ടെന്ന് കരുതി സ്നേഹിക്കാൻ പോയതുകൊണ്ട് അനന്തദുഃഖം എന്നാണ് പറയുന്നത്. അനന്തദുഃഖം എന്ന് വെച്ചാലോ, മരിക്കുമ്പോൾ മാറിയില്ലേ സാർ? ഇല്ല. ഈ ഭ്രമമാണ്. അത് ഈ സ്ഥൂല ശരീരം വിട്ടാലും സൂക്ഷ്മ ശരീരത്തിൽ തങ്ങി നിന്ന് വേറൊരു ശരീരം അംഗീകരിച്ച് തുടരും. എന്നുവരെയാണോ ഈ സ്ഥൂല ശരീരം ഈ പ്രപഞ്ചം ഇല്ലെന്നുറപ്പ് വന്ന് ഒരറിവ്, ഒരു ഈശ്വരതത്വം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുറപ്പ് വരുന്നത്, ആ ഉറപ്പ് വരുന്നതുവരെ ഈ ഭ്രമം, പല പല ശരീരങ്ങൾ അംഗീകരിക്കുന്നതായുള്ള ഭ്രമം തുടരും. അതാണ് അനന്തദുഃഖം. ഇതും ഭാഗവതത്തിൽ വേറൊരിടത്ത് ഋഷഭചക്രവർത്തി മഹാഗൃഹസ്ഥനായിരുന്നു, 100 മക്കളാണ്. അദ്ദേഹം പക്ഷെ ഒടുവിൽ സന്യസിച്ചു. ഈ തത്വം വിമർശിച്ചറിഞ്ഞു. ഗൃഹസ്ഥനായിരിക്കവേ തന്നെ തത്വം നല്ലവണ്ണം വിമർശിച്ചറിഞ്ഞു. കൊട്ടാരമൊക്കെ വിട്ടിറങ്ങിപ്പോയി. ഇതൊന്നും ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇല്ലാത്തത്. അപ്പൊ മക്കളെയൊക്കെ കൂടെ വിളിച്ചു കൂട്ടി അദ്ദേഹം ഉപദേശിക്കണം. നായം ദേഹോ ദേഹഭാജം എന്നുള്ളതൊക്കെ, കുഞ്ഞുങ്ങളെ, ഈ ശരീരം, മനുഷ്യ ശരീരം ഇവിടെ കിട്ടിയല്ലോ. കഷ്ടാൻ ഭോഗാൻ അർഹത്തെ വിഭുജാം യേ, കൃമികൾക്ക് പോലും അനുഭവിക്കാൻ കിട്ടുന്ന ഈ ലൗകിക ഭോഗം അനുഭവിക്കാൻ മാത്രം ഉള്ളതല്ല ഈ ഇല്ലാത്ത ജലം. ഒക്കെ കുറെ വേണമെങ്കിൽ അനുഭവിച്ചോളൂ. അപ്പോൾ തന്നെ നല്ലവണ്ണം വിമർശിച്ച് തപോ ദിവ്യമായ തപസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലെന്ന് അറിയുന്ന ശാസ്ത്രീയമായ തപസ്, അദ്വൈത സത്യത്തെ മുൻനിർത്തിയുള്ള തപസ്. തപോ ദിവ്യം പുത്രകാഹ, കുഞ്ഞുങ്ങളെ, ദിവ്യമായ തപസ് അനുഷ്ഠിക്കാനുള്ളതാണ് ഈ ശരീരം. തപോ ദിവ്യം പുത്രകാഹ ഏന സത്വം ശുദ്ധേ, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവും, ഭേദചിന്തയും രാഗദ്വേഷവും പോകും. ബ്രഹ്മസൗഖ്യം അനന്തം, അനന്തമായ ബ്രഹ്മസൗഖ്യം നിങ്ങൾക്ക് കിട്ടും. ഒരേ ബോധം, അത് ജനിച്ചതല്ല, ഞാനതാണ്. കൃഷ്ണൻ ഗീതയിൽ ആദ്യം പറയുന്നതാണ് അർജുനനോട്, നീ ആത്മാവാണ്, നീ ജനിച്ചിട്ടില്ല, ഇതിനു മുൻപ് ജനിച്ചിട്ടില്ല, ഇനിമേൽ ജനിക്കില്ല, നീ ആനന്ദഘനമായ വസ്തുവാണ്. നീ മാത്രമല്ല, ഞാനും ഭീഷ്മദ്രോണാദിയും സകലരും അതാണ്. അതുകൊണ്ട് അർജുന, ഒട്ടും ഇവിടെ ദുഃഖത്തിന് പ്രസക്തിയില്ല. ജഡത്തെക്കുറിച്ച് അറിവുള്ളവരാരെങ്കിലും ദുഃഖിക്കുമോ? ബോധത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യവുമില്ല. ഇക്കാര്യം ആണ് ഗുരുദേവൻ നമുക്ക് ഭംഗിയായി പറഞ്ഞു തരുന്നത്. അറിവും അറിയപ്പെടുന്നതും അറിയപ്പെടുന്നതില്ലേ ഇല്ല, അറിവ് മാത്രമേ ഉള്ളൂ ബോധം. ഈ അറിവെന്നതിനെക്കുറിച്ച് ദിവസം 2 പദ്യം വീതം എടുത്ത് നമ്മൾ ക്ലാസ് തുടരും. ഗംഭീരമായ ഒരു കൃതിയാണ്. ശ്രദ്ധിക്കുക, ആവർത്തിച്ച് ചിന്തിക്കുക, പഠിക്കുക. നമ്മളൊക്കെ അനശ്വരമായ അറിവാണ്, ബോധമാണ്. ആ ബോധമാണ് ഞാനുണ്ട് എന്നിങ്ങനെ നമുക്ക് സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും നമുക്കത് ചർച്ച ചെയ്യാം. ഈ അറിവ് നമ്മിലൊക്കെ ഉറച്ചു കിട്ടാനും ജീവിതം അത്യന്തം ശാന്തമായി അവസാനിപ്പിക്കാനും ഗുരുദേവൻ നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.